ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഉണ്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കാരണം നല്ല ടേസ്റ്റാണ്. നമ്മൾ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ കുറച്ച് ചക്കക്കുരു ഒന്ന് വെള്ള തൊലി കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുവപ്പ് തൊലി കളയരുത്, അത് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കളയാതെ അതിൻ്റെ ആ ഒരു വെള്ളത്തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഫ്രൈ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി നല്ല ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതിന് ഇതുപോലെ നല്ല സ്ലൈസായി കട്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് കൂടിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും വറുത്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ചക്കക്കുരു തൊലി കളഞ്ഞ് ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുത്തിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ് കുറച്ചൊരു പണി. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരു തൊലി കളയാനുള്ള ടിപ്പൊക്കെ ഞാൻ അതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് ഞാനിപ്പോൾ ഒരു 4 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കട്ടിയിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി. അപ്പോൾ ചക്കക്കുരു ഈ ഒരു പാകത്തിന് വറുത്തെടുക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ചക്കക്കുരു നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. സ്കിന്നിനും ഹെയറിനും കണ്ണിനൊക്കെ ഒത്തിരി നല്ലതാണ്. ചക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിൽ. അയൺ, കാൽസ്യം, സിങ്ക്, പൊട്ടാസ്യം അതെല്ലാം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമാർക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ആ ഒരു പാകത്തിനായാൽ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അങ്ങനെ ചൂടാക്കിയെടുത്താൽ പെട്ടെന്നൊന്നും കേടാവില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ചക്കക്കുരു എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള തേങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി ഒരു 1-2 മിനിറ്റോ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ചക്കക്കുരും തേങ്ങയും ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ചക്കക്കുരു ഉണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അണ്ടിപ്പുട്ടും കടലപ്പുട്ടും എള്ളുപുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു സീസണിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുട്ടോ, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഉണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.